അപ്പം ഞാൻ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളെയും കൂടെ അറിയിക്കുകയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾക്ക് വീടായി ആൻഡ് ഓൾമോസ്റ്റ് ഒരു 70-85% നമ്മൾ ഓൾമോസ്റ്റ് സെറ്റിൽഡ് ആയി. അപ്പം ഇനിയിപ്പോൾ നമുക്ക് വേറെ പല കാര്യങ്ങളും തീരുമാനിക്കാനുണ്ട്, അത് നടപ്പിലാക്കാനുണ്ട്. ഓക്കെ, സോ ഞാൻ ആ ഒരു സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളെയും കൂടി അറിയിക്കുകയാണ്. ഫൈനലി ഇത് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു 6 മാസമായി. വീട് പാല് കാച്ചൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായിട്ട് നിങ്ങളെയും കൂടി അറിയിക്കാൻ വിചാരിച്ചു. കാരണം വേറെ എന്തെങ്കിലും കാരണത്താൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ പിന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കും അത് വിഷമാവും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. എന്താണ്, ഹലോ, ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ മോം സൻവി. അപ്പം നമ്മുടെ വീടിൻ്റെ വ്ലോഗ് കണ്ടു, നമ്മുടെ ഷോർട്സ് ഒരുപാട് പേര് കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. ആൻഡ് വീടിനെ കുറിച്ച് കുറേ ആൾക്കാർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ മെൻഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ല. വേറെ ഒന്നുമല്ല, ഇപ്പം എന്തുകൊണ്ടാണ് ഈ 1200 അല്ലെങ്കിൽ ഒരു 1300 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും നമ്മുടെ വീട്. അപ്പൊ അതിന് ഇത്രയും എമൗണ്ട് ആകുമോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്, ഇത്രയും ചെറിയ വീട്. അപ്പൊ ഞാനതിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ല. വീടിന്റെ ടോട്ടൽ കോസ്റ്റ് ആണ് അതിനകത്ത്. നമ്മുടെ വീടിനകത്ത് നമുക്ക് കോട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്താണ് ഇതുണ്ടാവത്തില്ല, മതിലിൻ്റെ പൈസ ഉണ്ടാവത്തില്ല. നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ഇതിടുമ്പം എന്താ ഒരു മറ്റേ കല്ലുണ്ടല്ലോ, ഫ്രണ്ടിലത്തെ കല്ല്, അത് ഇടുമ്പം അതിന് പൈസ സെപ്പറേറ്റ് ആണ്. നമ്മുടെ എക്സ്ട്രാ നമ്മൾ വീട് എക്സ്ട്രാ വർക്ക് ഏരിയ വെക്കുകയാണെങ്കിൽ അതിന് സെപ്പറേറ്റ് പൈസയാണ്. പിന്നെ നമ്മൾ അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമ്പോൾ, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ സ്റ്റെയറിൻ്റെ ഗ്ലാസ് ആണ് ഞാൻ ഇട്ടത്, അപ്പം അതിന് എക്സ്ട്രാ പൈസയായി. അതേപോലെ തന്നെ വേറെ എന്തൊക്കെയാണ്, പിന്നെ അങ്ങനെ ഒന്ന് പല കാര്യങ്ങൾക്ക് നമുക്ക് അങ്ങനെ പൈസ മാറിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കർട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു റേറ്റ് ഉണ്ട്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ടോട്ടൽ കോസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. എല്ലാം A to Z ആയിട്ടുള്ള കോസ്റ്റ് ആണ് ഈ 35-നകത്ത് എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് വീടിന്റെ കോട്ടിന്റെ സത്യത്തിലെ റേറ്റ് നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പം പറയാം, ചിലപ്പോൾ ഞാനിപ്പോൾ പറയാം. അതായത് വീടിന്റെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ എടുത്ത് എത്രയാണെന്ന് അറിയാമോ? 27 ആയിരുന്നു. 27 ആയിരുന്നു നമ്മൾ ടോട്ടൽ വീടിൻ്റെ കോസ്റ്റ് എടുത്തത്. പക്ഷെ അതിൽ എക്സ്ട്രാ വന്ന പണികളാണ്. വർക്ക് ഏരിയയ്ക്ക് പ്രത്യേകം പൈസയാണ്. അതേപോലെ നമ്മൾ പല കാര്യങ്ങൾ മാറ്റും, അതനുസരിച്ച് പൈസ മാറും. പിന്നെ ആണെങ്കിൽ എന്താണ്, പിന്നെ നമ്മളിത് റോഡ് വഴി കോൺക്രീറ്റ് ചെയ്തു, അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടിയുള്ള പൈസയുടെ കാര്യമാണ് നമ്മൾ ആ മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ചിലർക്കൊരു ചെറിയ തെറ്റിദ്ധാരണയുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു സ്പേസിൽ ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലോ എന്ന് ചിലർ പറയുന്നുണ്ട്. അതിൻ്റെ വേറൊരു കാര്യം പിന്നാണെന്നുണ്ടെങ്കിൽ അതിതാണ്, നമ്മൾ പലതും വാസ്തുപ്രകാരമാണ് പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. കിച്ചൺ അവിടെ ആയിരിക്കണം, ബെഡ്റൂം ഇവിടെ ആയിരിക്കണം, ടോയ്ലറ്റ് ഇവിടെ ആയിരിക്കണം, ഹോൾ ഇങ്ങനെ ആയിരിക്കണം. അപ്പം ചിലടത്ത് ചില കാര്യങ്ങൾ മാറ്റുമ്പം പിന്നെയും സ്ഥലം കുറയും. അങ്ങനെയൊക്കെ മാറ്റങ്ങളുണ്ട്. അപ്പം നമുക്ക് വീട്ടിൽ എല്ലാവർക്കും ഇങ്ങനെ പറയാൻ കുറച്ച് എളുപ്പമാണ്. പക്ഷെ നമ്മൾ ആ ഒരു കാര്യത്തോട് എടുക്കുമ്പം ചിലപ്പോൾ ചില പ്ലാൻസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ. പക്ഷേ എൻ്റെ ഒരു ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതെല്ലാം പോട്ടെ. സോ ഞാനൊരു നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നമുക്ക് വീടായി, പിന്നെന്താ ഓൾമോസ്റ്റ് ഒരു 85% സെറ്റിൽഡ് ആയി, ഇത്രയും പ്രായമായി. അപ്പം ഇനി നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കണമല്ലോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കല്യാണം ഒന്നുമല്ല ഗൈസ്. ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ ഒരു ട്രിപ്പ് പോവാണ്. ഇന്റർനാഷണൽ ട്രിപ്പാണ്. അപ്പോൾ ഒരു 6 മാസം മുന്നേ, അതായത് ഓണത്തിനൊക്കെ ഒരു 1.5 മാസം മുന്നേ നമ്മളിത് പ്ലാൻ ചെയ്ത് അപ്പം തന്നെ നമ്മൾ അഡ്വാൻസ് പൈസ കൊടുത്തു. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കറിയാം വീട് പണി വരുന്നതുകൊണ്ട് ചിലപ്പോൾ പൈസ കൈ നിൽക്കത്തില്ല, പ്ലാൻസ് ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് അന്നേ ഞാൻ പൈസയെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാനെല്ലാം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ പാക്കിംഗ് ആണ്. നാളെ നൈറ്റാണ് ട്രിവാൻഡ്രത്ത് നിന്ന് ഫ്ലൈറ്റ്. സോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇത്രാമത്തെ വയസ്സിൽ എൻ്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണ്. 1 രൂപ പോലും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരാളുടെ ഇത് കടം വാങ്ങിച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നുമല്ല, എൻ്റെ സ്വന്തം പൈസയാണ് കേട്ടോ. അപ്പം ഞാൻ എനിക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചതിൽ നിന്ന് ഇനി ഒന്നുമില്ല, എല്ലാം തീർന്നു. വീട് പണി വന്ന് തീർന്നു. ഇപ്പം ലാസ്റ്റത്തെ അന്ന് ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തത് കൊണ്ട് അന്ന് കയ്യിൽ പൈസയിൽ നിന്ന് മിച്ചം മേടിച്ച് ഞാൻ വെച്ചതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ട്രിപ്പ് പോവാണ്. അപ്പം നമുക്ക് പാക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ പോയി പാസ്പോർട്ടിൻ്റെ കുറച്ച് കോപ്പീസും ടിക്കറ്റിൻ്റെ കോപ്പീസൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടേ ഉള്ളൂ. പിന്നെ കുറച്ച് മെഡിസിൻസ് നമുക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു 6-7 ദിവസത്തെ ട്രിപ്പാണ്. ട്രിപ്പ് എവിടെ നോക്കി ഞാൻ പറഞ്ഞുതരാം. ടോട്ടൽ എത്ര കോസ്റ്റ് ആയെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ നമ്മുടെ
റെഗുലറായിട്ട് നമ്മൾ വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞില്ല. അപ്പം ഞാൻ ഒരു സൈഡിൽ ബാഗൊക്കെ ഇങ്ങനെ ആക്കി വെച്ചേക്ക്. എനിക്ക് റൂം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പാക്കിങ് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ റൂമൊക്കെ തൂത്തുവരി തുടച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത്, സ്കിൻ കെയർ, ഹെയർ കെയർ, ബോഡി കെയർ, അങ്ങനെ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് ഒക്കെ കാണിച്ചു തരാം. കൊണ്ടുപോകുന്ന ഡ്രസ്സൊക്കെ കാണിച്ചു തരാം. ആവശ്യമുള്ളതൊക്കെ ഞാൻ ടാഗ് ചെയ്തിരിക്കാം. അപ്പം ഞാൻ എന്തായാലും കൊണ്ടുപോകുമ്പോൾ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ എനിക്ക് അത്രയും എന്താണ് നല്ല കാര്യങ്ങളായിരിക്കും ഞാൻ കൊണ്ടുപോകുന്നത്. സോ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കാൻ ഞങ്ങൾക്ക് ടാഗ് ചെയ്തിരിക്കാം. സോ നമുക്ക് പാക്കിങ് തുടങ്ങാം. ഞാൻ എൻ്റെ ഈ ഒരു മീഡിയം സൈസുള്ള എൻ്റെ ഒരു ബാഗും പിന്നെ എക്സ്ട്രാ ഈ ഒരു ബാഗും പിന്നെ എൻ്റെ ഈ ഒരു ബാഗാണ് എടുക്കുന്നത്. എനിക്ക് ഉണ്ണി അമ്മയും കൂടി ഗിഫ്റ്റ് തന്ന നല്ലൊരു മരുന്ന്. അറൗണ്ട് ഒരു 3K എന്തുവാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ. ഇന്നിപ്പം ചിലപ്പോൾ ഓഫറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഹാൻഡ് ബാഗ് ഇതാണ് എടുക്കുന്നത്. നമുക്ക് ആദ്യം അലമാരയിൽ കുറച്ച് തുണികളുണ്ട്, അതെടുത്തിട്ട് വരാം. എടുത്തതിന് മുമ്പ് നമുക്ക് ആദ്യം മെഡിസിൻസ് എടുത്ത് വെക്കാം. മെഡിസിൻസ് എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള 1-2 കാര്യങ്ങളാണ്. അതിലൊന്ന് സിട്രിസിൻ. എന്തെങ്കിലും ജലദോഷമൊക്കെ വന്നാൽ, എനിക്കാണെങ്കിൽ ജലദോഷമൊക്കെ പെട്ടെന്ന് വരും, പ്രത്യേകിച്ച് തണുപ്പടിച്ചാലേ. പിന്നെ ഒരു ഡോളോ, ഇതെല്ലാം 5 വെച്ച് വാങ്ങിച്ചിട്ടുള്ളൂ. സിട്രിസിൻ തന്നെയാണെങ്കിൽ നമുക്ക് പകുതി കഴിച്ചാൽ മതിയായിരിക്കുമേ. ഇതാണെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും. ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്ത് വെച്ചേ. പിന്നെ ഐ ഡ്രോപ്പ്, പിന്നെ ഒരു മൗത്ത് വാഷ് എടുത്തു, സാനിറ്റൈസർ മസ്റ്റ് ഹാവ്, ആൻഡ് ഇത് രണ്ടും എന്താണ് ഈ മുക്കി വലിക്കുന്നതും വിക്സും. പിന്നെ കുറച്ച് ഓർബിറ്റോ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ അലൗഡ് ആണെന്നാണ് എൻ്റെ ഒരു ഇത്. അതിനുശേഷം ഒരു ഡാർക്ക് ചോക്ലേറ്റ്, അമൂലിൻ്റെ ഒരു ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എവിടൊക്കെ ചെന്നാലും എനിക്ക് ഉറങ്ങണം, സുഖനിദ്ര. സോ ഞാൻ ഇതെന്താ നെക്ക് പില്ലോ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ട്രാവലിംഗ് ഒക്കെ പോകുമ്പോഴും എപ്പോഴും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നെക്ക് പില്ലോ. ഇവ നിങ്ങൾ കാറിലോ ഫ്ലൈറ്റിലോ ബസ്സിലോ ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ യൂസ് ചെയ്യാം. സുഖമായിട്ട് ആരുടെയും തോളിൽ കിടന്ന് ചായാതെ ഇങ്ങനെ കിടന്നുറങ്ങാം. നമുക്ക് എങ്ങനെയുണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചതായിരുന്നേ. ഇത് പിന്നെ ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്പേസിനൊരു പ്രശ്നം വരുമല്ലോ. അതുകൊണ്ട് ഈ ഒരു കവർ എനിക്ക് എൻ്റെ അനിയനാണ് ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത്. അവൻ ഇവിടെ പോയപ്പോൾ, ജർമ്മനിക്ക് പോയപ്പോൾ ഇതിൻ്റെ ഒരു പാക്ക് വാങ്ങിച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യുക. 5 പീസ് കോംബോ ആണ് തരുന്നത്. ഇതിനകത്തൊരു എയറിൻ്റെ ഈ ഒരു സാധനമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പൊട്ടിച്ച് ഇതിനകത്തൊരു കവറുണ്ട്. ആ കവറിനകത്ത് നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ പാക്കി വെക്കുമ്പം നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. പെട്ടെന്ന് എനിക്ക് ഡെലിവേർഡ് ആയി കേട്ടോ. ആൻഡ് ഒരു ഷൂ വാങ്ങിച്ചിട്ടുണ്ട്. ഈവൻ ഐ തിങ്ക് ഫ്രം ഫ്ലിപ്കാർട്ട് ആണെന്ന് തോന്നുന്നു. എനിക്ക് ഇത് ബ്ലൂ ഷെയ്ഡ് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. സോ എൻ്റെ സൈസ് 5 ആയിരുന്നു. ഓക്കെ, ഒരു ഷൂ വാങ്ങിച്ചിട്ടുണ്ട്. ടാൻ ഇരിക്കുമ്പോൾ ടാൻ റിമൂവൽ മസ്റ്റായിട്ട് വേണമല്ലോ. സോ ഞാൻ കുറച്ച് ബോഡി കെയറും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അത് നമ്മൾ ലിസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ആദ്യമേ പറഞ്ഞൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇത് ഡൗവിൻ്റെ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി പോളിഷ്, പൊമഗ്രാനൈറ്റ് സീഡ്സും അതുപോലെ ഷിയാ ബട്ടറൊക്കെ ഉള്ളതാണ്. ഇത് ഡൗ എന്നല്ലേ പറയാം. യെസ്, അതിൻ്റെതാണ്. നല്ല മണമാണ്. ഞാൻ ടെസ്റ്റിന് വന്നപ്പോൾ തന്നെ ഒരു ദിവസം യൂസ് ചെയ്തു. കൊള്ളാം, നൈസ്. ആൻഡ് ഡെയിലി എക്സ്ഫോളിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ അറിവിൽ വീക്കിലി 1 അല്ലെങ്കിൽ 2 ഒക്കെ ആണ്. ഇനിയിപ്പം അവിടെ ചിലപ്പോൾ ഞാൻ ഡെയിലി ആയിരിക്കും 2 നേരം കുളിക്കും. കാരണം ടാൻ അടിച്ചാൽ പിന്നെ പോകാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ എംകഫേൻ്റെ ബോഡി സ്ക്രബ് അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇതിൽ 2 ഏതെങ്കിലും ഒന്ന് ഞാൻ കൊണ്ടുപോകത്തുള്ളൂ. എംകഫേൻ്റെ ബോഡി സ്ക്രബ്ബറാണിത് അല്ലേ? യെസ്, ബോഡി സ്ക്രബ്ബറാണ്. സൂപ്പർ സാധനമാണ്. അതിൻ്റെ തന്നെ ഒരു ഫേസിൽ ഇടാൻ ഒരു ഫേസ് മാസ്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മേടിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്നറിയാമോ? അപ്പോൾ നിങ്ങൾ തുറക്കുമ്പോൾ തിന്നാനൊക്കെ തോന്നും. കാര്യം തിന്നത് വയറിളകി കിടക്കണം. കാരണം ഇത് ചോക്ലേറ്റ് ആണ് ഇതിൻ്റെ കളറ്. ഒപ്പം നമ്മളിങ്ങനെ നക്കി തിന്നാൻ തോന്നും. അത്രയ്ക്ക് മണമാണ്. ടേസ്റ്റ് അല്ല മണം. ടേസ്റ്റ് എന്നില്ല നിങ്ങൾ ഉദ്ദേശിച്ചത്. ടേസ്റ്റ് അല്ല മണം. ഞാൻ ഈ തുറന്നപ്പോൾ തന്നെ തിന്നാൻ പോയി. കാരണം ആ ഒരു മണം നമ്മളിങ്ങനെ ആകർഷിക്കും. പക്ഷെ ഒരിക്കലും തിന്നരുത്. വയറ്റിളകത്തോടെ ബാത്റൂമിൽ നിങ്ങൾക്ക് ഇറങ്ങുന്ന സമയം ഉണ്ടാവത്തില്ല. യെസ്. ആൻഡ് നമ്മുടെ ഫേസിന് എന്ത് ചെയ്ത് ഡോട്ട് ആൻഡ് ഗീഡ് അല്ലല്ലോ, അയ്യോ എൻ്റെ മറ്റേ വൈലറ്റ് പർപ്പിൾ ഡോം ടോക്കിൻ്റെ സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ എല്ലാം കൂടെ വാരി മിക്സ് ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. അതിന് ഡോട്ട് ആൻഡ് ഗീയുടെ വാട്ടർമെലൻ കൂളിംഗ് സൺസ്ക്രീൻ പൊട്ടിച്ചിട്ടില്ല, വാങ്ങിച്ചു വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ നാട്ടിൽ പോയ സമയത്ത് ഓർഡർ ചെയ്തതാണ്. അപ്പം കഴിഞ്ഞ ദിവസം വന്ന് ഓപ്പൺ ചെയ്ത് അതേപോലെ എടുത്ത് വെച്ചു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓപ്പൺ ചെയ്ത് ഇതൊക്കെ കളഞ്ഞേക്കാം. കാരണം എന്ന് വെച്ചാലേ അല്ലെങ്കിൽ ഇതിൻ്റെയും കൂടെ പാക്കായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടി വരുമല്ലോ. പൊട്ടിച്ച് വെക്കാം. പിന്നെ എംകഫേൻ്റെ സൺ ബാത്ത്, അതായത് ഇത് ബോഡി സ്പ്രേ ആണ്. ഇത് സ്പ്രേ ടൈപ്പാണ് ഇതിൻ്റെ. ഞാൻ പൊടിച്ച് കാണിച്ചു തരാം. ഇതെനിക്ക് റബ്ബേക്ക് കേട്ടോ പറഞ്ഞേ.
മണം കൂടെ. കൊള്ളാം നല്ല മണം. എൻകഫേന്റെ സൺബാത്ത് ആണ്. നമുക്ക് അതായത് ബീച്ചിലൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പൊ നമ്മള് എന്താ ഗൈസ് വർക്ക് ആവുന്നില്ലല്ലോ. അയ്യോ ദൈവമേ. ഉണ്ട്. നല്ല മണം. ഇത് അടിക്കാൻ എനിക്ക് ഒരാളുടെ ഹെൽപ്പ് വേണമെന്ന് തോന്നണ്ട ദൈവമേ. ഇങ്ങോട്ട് വാ എൻ്റെ. നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കണം. ഓക്കെ, വന്നുണ്ടോ? നല്ല പെർഫ്യൂമിന്റെ മണമാണ്. പക്ഷെ ഇതെന്താണെന്നറിയാമോ, ടാൻ അടിക്കാതിരിക്കാൻ നമ്മൾ അടിക്കലോ ആ സാധനമാണ്. ഞാൻ ഇതിൻ്റെ കൂടെ സൺക്രീം ഒക്കെ വാരി പൊത്തിയിടും. കാരണം നമ്മുടെ കാര്യം നമ്മളല്ലേ നോക്കേണ്ടത്. ക്യാപ്പ് 2 വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഒരു കളറ് ഞാനൊരു ഷോർട്സ് ഒക്കെ വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഷോർട്സ് അതേപോലെ തന്നെ മിനി സ്കേർട്ട് ഇതൊക്കെ ഇടാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പോകുന്നത്. കാരണം എൻ്റെ കൂടെ വരുന്ന ആൾക്കാർ അതായത് നല്ല ഹൈടെക് ആയിട്ടുള്ള നല്ല അടിപൊളി സ്കേർട്ടും ക്രോപ്പ് ടോപ്സ് ഒക്കെയാണ്. അപ്പൊ എനിക്ക് ഈ ക്രോപ്പ് ടോപ്പ് ഒക്കെ ഇടുമ്പോൾ എന്തോ പോലെ, എന്നാലും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ എൻ്റെ ഇഷ്ടമാണ്, നമ്മൾ എന്തിടണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ മേ ബി ഇടും, ചിലപ്പോൾ ഇടത്തില്ല. കാരണം തിരിച്ചിരിക്കും കൂടെ വരണമല്ലോ. അപ്പം അങ്ങനെ അതിന്റെ കൂടെ മാച്ചായിട്ട് ഇടാനാണ് ഈ 2 ക്യാപ്പ് വാങ്ങിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പം, അതായത് എനിക്ക് ക്യാമറയിൽ കാണുമ്പോൾ ഭയങ്കര ലൈറ്റ് കളറാണ്, പക്ഷെ നേരിട്ട് കാണാൻ കുറച്ച് ഡാർക്ക് കളറാണ്. ഇത് സെറ്റാണ് കേട്ടോ. ക്യാപ്പൊക്കെ വെച്ച് നമ്മൾ ഇങ്ങനെ പോകും. ക്യാപ്പ് മാത്രമല്ല ഗൈസ്, ഫുൾ സെറ്റാണ്. കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്നാൾക്കാർ നോക്കണം. കണ്ണാടി ഒന്ന് നോക്കിയാലോ ഗൈസ്, പൈസ വാരി എറിഞ്ഞു. ഈശ്വര, നമ്മൾ കണ്ണാടിയും കൂടെ വെച്ചു പോകും. ഇപ്പൊ എന്നെ കണ്ടാ മറ്റേ എന്താ പറയാ, ഇതിന് അങ്ങനെ പറഞ്ഞുകൂടാ, അവരെ പോലെ ഉണ്ടല്ലോ ഈശ്വര, അങ്ങനെ പറഞ്ഞുകൂടാ. അപ്പം നമ്മളൊരു ഇതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, സൺഗ്ലാസും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു സൺഗ്ലാസ് നമ്മൾ അന്ന് ലുലുമോള് പോയി വാങ്ങിച്ചിട്ടുണ്ടായിട്ടുണ്ട്. അതിന് നല്ല റേറ്റ് ആണ്. എങ്ങാനും കളഞ്ഞു പോയി എനിക്ക് അറ്റാക്ക് വരും. നല്ല റേറ്റ് മീൻസ് അതിന് 3000 സംതിങ് ആയിരുന്നേ. അത് ഏതാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതിന് പക്ഷെ അത്രയില്ല. അപ്പൊ നമുക്ക് ഡെയിലി യൂസ്, ബീച്ച് യൂസിനൊക്കെ അല്ലേ, ഇതായിരുന്നു അത്. വേണ്ട, ഇതിന് ഒരു 3000 അടുപ്പിച്ചുകൊണ്ട് ഞാൻ ലുലുമാളിന്ന് വാങ്ങിച്ചതാണേ. ഞാൻ ചിലപ്പോൾ ഇതും കൊണ്ടു, പക്ഷെ കളഞ്ഞു പോയാലും കാണാമേ. ഒന്നാമത്തെ കാര്യം, നമുക്ക് 35 kg മാക്സിമം കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ സൺഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാവുന്നത് കൊണ്ടാണ് ഞാനിത് ടാഗ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, തേടി പിടിക്കണ്ടേ, എല്ലാം ഈ വ്ലോഗ് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങൾ കിട്ടും. നമ്മളെപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ എന്ത് വേണം, റെസ്റ്റ് എടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പം എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നത് ഗൈസ്. അപ്പോൾ കട്ടിലാണെങ്കിൽ ഫുള്ള് സാധനങ്ങൾ അടുക്കി വെക്കാനുള്ളത്. ഈ ലോകത്ത് മടി കണ്ടുപിടിച്ചതിനുള്ള അവാർഡ്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മടിച്ചിക്കുള്ള അവാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ കരസ്ഥമാക്കുന്നതായിരിക്കും. കാരണം ഞാൻ അങ്ങനെ ഒരാളാണ്. യെസ്, അപ്പം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് മതി നമുക്ക് എന്താണെങ്കിലും. അപ്പം എന്താ പാക്കിംഗ് ആണേ. പാക്കിങ് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ തറയിൽ കിടക്കാതെ വിചാരിച്ചു. മുകളിൽ 10 സാധനങ്ങൾ ഒന്ന് ഉറങ്ങിയിട്ട് ഞാൻ വരാം. നിങ്ങളെന്തിനാ ഇത് കണ്ടു കൊട്ടുപോയിടുന്നതെന്നാണ് എനിക്കറിയാത്തത്. അപ്പം ഞാനേ ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ വരാം. നിങ്ങളും പോയി ഉറങ്ങിക്കോ. നിങ്ങൾ എവിടെയാണെങ്കിലും ഒരു 15 മിനിറ്റൊക്കെ ഒരു ദിവസം ഒന്ന് ഉറങ്ങണം കേട്ടോ. ജോലിയാണെങ്കിലും ഉറങ്ങണം. ഉറക്കമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം. ഇങ്ങനെ ഉറങ്ങുക, എന്ത് രസം. ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക. നല്ല രസമല്ലേ? അത്ര വലിയ നല്ല രസമൊന്നുമില്ല, എല്ലാ ആവശ്യത്തിനും. ഓക്കെ, അപ്പം ഞാനൊന്ന് ഉറങ്ങിയിട്ട് വരാമേ. ടാറ്റാ. ഉറക്കമൊക്കെ കഴിഞ്ഞ് എന്താണോ ഉറങ്ങിക്കൂട്ടാ, ഇനി വാ. ഉറക്കമൊക്കെ കഴിഞ്ഞതാ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചായ, എൻ്റെ അമ്മ ഞാൻ ചായ ഇടാണ്. ചായ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കുമാണ് നമ്മുടെ വെറൈറ്റി വീട്ടിൽ നമ്മുടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നേ. അത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അപ്പോൾ ചായ ഇട്ടു. എനിക്ക് ചായ തന്നെ വേണം. ഞാൻ ഒരു ചായപ്രാന്തിയാണെന്ന് പറയാം. നല്ല ഏലക്കൊക്കെ ഇട്ട ചായ. എനിക്ക് ഏലക്കയും ഇഞ്ചിയും കൂടെ ഇടാനെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഇഷ്ടമാണേ. പിന്നെ നമ്മുടെ ഈ ഒരു എല്ലാം നല്ല വൃത്തിയായിട്ട് കിടന്നെയാണ്. ഞാൻ ഇപ്പോൾ അത് അതുപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒളിച്ചാൽ നമ്മുടെ ഈ ഒരു ഫ്ലാറ്റിന്റെ ടൂർ, ഞാൻ ഫ്ലാറ്റ് ടൂർ എടുക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം എനിക്ക് കുറച്ച് സമയം വേണം. അപ്പം ഞാൻ എന്തോ പറയാനാ ആക്ച്വലി വീഡിയോ ഇതെടുത്തത്. എന്താണാവോ തലയ്ക്ക് എനിക്ക് സത്യം പറയാം ഓർമ്മ പറയുന്ന സാധനമില്ല. കടുപ്പം കറക്റ്റ് ആയോ? എനിക്ക് കുറച്ച് കടുപ്പമൊക്കെ വേണം കേട്ടോ. യെസ്, ആവശ്യത്തിന് കടുപ്പമായി. ഞാൻ വേറെ എന്തോ പറയാനാണ് വന്നത്. അത് നമ്മുടെ വെറൈറ്റി മീഡിയയില് കാണാത്തവർ പോയി കാണണം. നമ്മുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. എൻ്റെ ഡ്രൈവിങ്ങിനെയൊക്കെ കുറിച്ച് നിങ്ങൾ
ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ ഹോം ടൂർ, അതിനകത്ത് ഹോം ടൂർ വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ ഹോം ടൂർ വന്നിട്ടുണ്ട്. സോ നിങ്ങളിപ്പോൾ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പം നമുക്ക് ചായ എടുത്തിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ അപ്പം നമുക്ക് പാക്കിങ് വീണ്ടും നമ്മൾ പാക്ക് ചെയ്യാൻ തുടങ്ങിയത്. എപ്പോൾ പാക്ക് ചെയ്യാൻ തുടങ്ങിയത് നിങ്ങൾക്ക് തന്നെ ബോറടിക്കുന്നുണ്ടാവും അല്ലേ? പക്ഷെ ഞാനിപ്പം എന്തായാലും കറക്റ്റായിട്ട് പാക്ക് ചെയ്യാൻ പോകണം. കാരണം ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും എനിക്ക് അതിനായിട്ട് ഉറക്കം വന്ന് എനിക്ക് അപ്പോൾ ഉറങ്ങണം കഴിച്ച്, അതാണ് പ്രശ്നം. അപ്പം ഞാൻ നിങ്ങളെ എന്തോ ഒന്നും കൂടെ കാണിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നോ, നമുക്ക് ട്രാവലിംഗ് പോകുമ്പോഴാണെങ്കിൽ അല്ലാതാണെങ്കിൽ എപ്പോഴും ഒരു സാധനം വേണമല്ലോ. പക്ഷെ ആ സാധനം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. വേറൊന്നുമല്ല, ഒരു പവർ ബാങ്ക്. അപ്പം ഞാൻ അത് ഇന്ന് പോയി വാങ്ങിച്ചു. എൻ്റെ പൊട്ടീര് 10Kയുടെ, അതായത് 10,000Kയുടേതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. പൈസയല്ല, ബെർക്കിൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഇതിനേക്കാൾ റേറ്റ് കുറവായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഓഫ് സ്റ്റോറിലാണ് ഇത് വാങ്ങിച്ചത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഇതെങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്? അതിൻ്റെ റീസൺ എനിക്ക് പെട്ടെന്ന് വേണമായിരുന്നു. അപ്പം നാളെ പോകുന്നുണ്ടെങ്കിൽ ഇന്നാണ് വാങ്ങിച്ചതേ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഓൺലൈനിൽ കിട്ടും. അത്യാവശ്യമായിട്ട് തന്നെ വാങ്ങിച്ച് വെച്ചോണം. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ചാർജ് ചെയ്തിട്ടേ, ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. സ്പേസ് സേവിങ് കവറുടെ ഇതാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു നമുക്ക് പമ്പും കൂടെ കിട്ടും. നമുക്ക് ഇതിനകത്ത് നിറച്ചും സാധനങ്ങൾ വെച്ചിട്ട് ആ ഒരു റൗണ്ട് ബ്ലൂ കണ്ടോ, അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പൈപ്പ്, ഈ ഒരു പമ്പ് അതിൽ അറ്റാച്ച് ചെയ്തിട്ട് പുഷ് ചെയ്യുമ്പം ആ ഒരു സ്പേസ് ഫുള്ള് ചുരുങ്ങും. ഉള്ള സ്പേസ് ഫുള്ളും ചുരുങ്ങിയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ പാഡും കൂടെ എടുത്തിരിക്കുക. എൻ്റെ കഷ്ടകാലത്തിന് എൻ്റെ പീരീഡ്സ് ടൈമും കൂടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആറ്റുകാൽ പൊങ്കാല, അത് പറഞ്ഞായിരുന്നു ഇല്ല അല്ലേ? ആറ്റുകാൽ പൊങ്കാല ഡൗട്ടായിരിക്കും എനിക്കെന്നുള്ളത്. പിന്നെ ഇതേപോലെ കുറച്ച് ഇയറിങ്സ് കൂടെ വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ അത് ഇടാമെന്ന് കരുതി അത് കൊണ്ടുപോകാണ്. ഇതേപോലെ നമുക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാം ഭയങ്കരമായിട്ടും എന്തായിപ്പോയെന്നാ, ഭയങ്കരമായിട്ട് ജാം പോലെ ഭയങ്കര ടൈറ്റ് ആയിപ്പോയി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് പേടി. സാധനങ്ങളൊക്കെ ഇനി പൊട്ടി തെറിക്കുവാണ് അങ്ങനെ, കാരണം ഇത്രയും പതുങ്ങിപ്പോയത് കൊണ്ടേ. അതുകൊണ്ട് ഞാൻ അഴിച്ചിട്ട് കുറച്ചുകൂടെ ലൂസാക്കിയിട്ട് പിന്നെ അത് പിന്നെ ടൈറ്റ് ചെയ്തു കേട്ടോ, ഒരു ആവശ്യത്തിന് മാത്രം. ഞാനിത് ആദ്യമായിട്ട് ചെയ്യാം, അതുകൊണ്ട് എനിക്കിതിൻ്റെ സംഭവങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെ നമ്മുടെ പാക്കിങ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ആക്ച്വലി 35 കിലോ എന്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇത് അതിൽ കൂടുതലുണ്ടോ എന്നൊരു സംശയം. ഞാനാണെങ്കിൽ എല്ലാം എടുത്തിട്ടുണ്ട്, അതായത് ബെഡ്ഷീറ്റ് ഉൾപ്പെടെ, ബെഡ്ഷീറ്റ്, മറ്റേ കോട്ട്, തണുപ്പോ ചൂടോ എന്താ നമുക്ക് അറിയത്തില്ലല്ലോ. ഇനി എക്സ്ട്രാ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഹാൻഡ് ബാഗിനകത്ത് എടുത്ത് വെക്കേണ്ടത് മെഡിസിനും ചോക്ലേറ്റ്സും കൂടെ ഉള്ളൂ. ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ അയ്യോ 1-2 ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്, അതും കൂടെ എടുത്ത് വെക്കട്ടെ. ബിസ്ക്കറ്റും, വേറെ ഒന്നുമില്ല. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. സോ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തെറ്റാ എല്ലാവരും പ്രാർത്ഥിക്കണം പോയിട്ടൊക്കെ വരാൻ. എനിക്ക് ഫ്ലൈറ്റിലൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് ഹൈറ്റൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷേ ഞാൻ ലൈഫിൽ ഒത്തിരി ആഗ്രഹിച്ചുള്ളതാണ് എപ്പോഴെങ്കിലും ഒന്ന് ഫ്ലൈറ്റിൽ കയറണമെന്നുള്ളത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരും പ്രാർത്ഥിക്കണം, ഞാൻ പോയിട്ട് വരാവേ. ടാറ്റാ.